The Bilkeshwar Mahadev temple in Haridwar is believed to be the place where goddess Parvati worshipped Lord Shiva and sought his hand in marriage. It is a temple dedicated to Lord Shiva, and also features smaller shrines for Lord Hanuman, Lord Ganesha, and goddess Parvati. The temple is associated with the mythology of Parvati filling her belly with bilva leaves to satisfy her hunger during her austerity, hence the name, Bilkeshwar. Here is a more detailed look at the temple's history and significance. Mythological significance. The temple is rooted in Hindu mythology, specifically the story of goddess Parvati's devotion to Lord Shiva. Parvati's austerity. According to local beliefs, goddess Parvati performed severe penance at this site to win Lord Shiva's affection. Bilva tree connection. The temple's name is linked to the Bilva tree, known for its sacred leaves, bay leaves, which are offered to Lord Shiva. It's believed that Parvati consumed bilva leaves during her austerity. Gaurikund. A small pond called Gaurikund is located near the temple and is also associated with Parvati's worship. Temple structure. The main temple houses a Shiva Ling and a Nandi, bull, made of stone. There are also smaller shrines dedicated to other deities. Local tradition. A common practice at the temple is to offer bilva leaves and Ganga water to the Shiva Ling. Location. The temple is situated in a hilly area surrounded by forests, adding to its serene and spiritual atmosphere. It is also relatively close to the Haridwar railway station. ബിൽക്കേശ്വർ മഹാദേവ ക്ഷേത്രം ശിവനും അദ്ദേഹത്തിന്റെ പത്നിക്കും സമർപ്പിച്ചിരിക്കുന്നു. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്തായതിനാൽ കാൽനടയായി എത്തിച്ചേരാം. ക്ഷേത്രം കാടുകളാൽ ചുറ്റപ്പെട്ട് അല്പം കുന്നിൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു മതഗ്രന്ഥമനുസരിച്ച് പാർവതി ദേവി ശിവനെ ആരാധിച്ച സ്ഥലമാണ് ഈ ക്ഷേത്രം. ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ അവനോട് തന്നെ ഭാര്യയായി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ക്ഷേത്രം ബിൽവ പർവ്വതത്തിന്റെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും വനങ്ങളാൽ നിറഞ്ഞ ഒരു മലയോര പ്രദേശമാണിത്. പാത ചെറുതായി ചെരിഞ്ഞതാണ്. ഇത് ബിൽവകേശ്വർ മഹാദേവ ക്ഷേത്രത്തെയും ഗൗരികുണ്ഡത്തെയും വാൽമീകി കോളനി പോലുള്ള വാണിജ്യ ജനവാസ മേഖലകളുമായി ബന്ധിപ്പിക്കുന്നു. യാത്രക്കാർക്ക് വഴിയിൽ നിരവധി മരങ്ങൾ കാണാം. ഇത് കുളിർമയുള്ളതും വിശ്രമിക്കുന്നതുമായ അന്തരീക്ഷം നൽകുന്നു. യാത്രക്കാർക്ക് ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാം. അവിടെ അവർക്ക് ധ്യാനിക്കുന്നതിനുള്ള ഗുഹകളും കാണാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരവും ഈ ക്ഷേത്രത്തിൽ ആരതി നടക്കുന്നു. ഗൗരികുണ്ട് ക്ഷേത്രത്തിൽ ഒരു ചെറിയ കുളമുണ്ട്. അതിനെ ഗൗരികുണ്ട് എന്ന് വിളിക്കുന്നു. ഭക്തർക്ക് ഈ കുളത്തിലെ ജലം പുണ്യമായി കണക്കാക്കുകയും അതിൽ കുളിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ കുളത്തിൽ ഒരിക്കലും വെള്ളം വറ്റാറില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗൗരികുണ്ട് പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും അടുത്തുള്ള രാജാജി നാഷണൽ പാർക്കിന്റെ ഭാഗമായ സുരേശ്വരി ദേവി മലനിരകളാൽ ഇത് അതിമനോഹരമാണ്. ഈ സ്ഥലം വളരെ ശാന്തവും സമാധാനപരവുമാണ്. വിശ്രമിക്കാനും ഫോട്ടോ എടുക്കാനും പ്രകൃതി ആസ്വദിക്കാനും പറ്റിയ ഒരിടമാണിത്. പുരാണങ്ങളിൽ ബേലിനെ പവിത്രവും ശുഭകരവുമായ വൃക്ഷമായി പരാമർശിക്കുന്നു. ബേൽ മരത്തിന്റെ ഓരോ ഭാഗത്തിനും ഔഷധ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവന്റെ 3 കണ്ണുകൾ ത്രികാല, ഭൂത, വർത്തമാന, ഭാവി എന്നിവയെ സൂചിപ്പിക്കുന്ന ത്രിലിതമായ ബേൽ ഇല ബ്രഹ്മ, വിഷ്ണു, മഹേഷ് എന്നീ ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നു. ശിവനെ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകളിൽ ഒന്നാണ് ബേൽപത്ര. മുറ്റത്തിന്റെ മധ്യത്തിൽ ലിംഗരൂപത്തിലുള്ള ശിവന്റെ പ്രധാന ക്ഷേത്രമുണ്ട്. ഉയരമുള്ളതും വലുതുമായ മരങ്ങളുടെ തണലിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ചുറ്റുപാടുകൾ തണുത്തതും വിശ്രമകരവുമാണ്. കുറച്ചുകൂടി അകലെയായി പാർവതി മാതാ ക്ഷേത്രമുണ്ട്. അവിടെ അവർ ശിവനെ ധ്യാനിച്ചു. വാൽമീകി കോളനിയിലെ തെരുവുകളിലൂടെ സ്റ്റേഷനിൽ നിന്ന് 25 മിനിറ്റ് അകലെയാണ് ക്ഷേത്രം. ക്ഷേത്രം രാവിലെ 6 മുതൽ രാത്രി 9 വരെ വിനോദസഞ്ചാരികൾക്കും ഭക്തർക്കും വേണ്ടി തുറന്നിരിക്കും.
ക്ഷേത്രപരിസരത്ത് ഫോട്ടോ എടുക്കാൻ അനുവാദമുണ്ട്. വർഷത്തിൽ ഏത് സമയത്തും ക്ഷേത്രം സന്ദർശിക്കാമെങ്കിലും മാർച്ച് മുതൽ മെയ് വരെയും ഓഗസ്റ്റ് മുതൽ നവംബർ വരെയും സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പുണ്യനഗരമായ ഹരിദ്വാറിലെ മായാദേവി ക്ഷേത്രം ഇന്ത്യയിലെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. മുൻകാലങ്ങളിൽ ഹരിദ്വാർ മായാപുരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മായാദേവി ക്ഷേത്രം ഒരു സിദ്ധപീഠം കൂടിയാണ്. AD 11-ാം നൂറ്റാണ്ടിലെ ഈ പുരാതന ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കത്തെ അതിജീവിച്ച് നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഹരിദ്വാറിലെ മായാദേവി ക്ഷേത്രം സതി മാതാവിന്റെ ഹൃദയവും നാഭിയും വീണ സ്ഥലമാണ്. മൻസ ദേവി, ചാണ്ടി ദേവി ക്ഷേത്രങ്ങൾക്കൊപ്പം ഹരിദ്വാറിലെ 3 സിദ്ധപീഠങ്ങളിൽ ഒന്നാണിത്. മായാദേവി സ്നേഹനിധിയും ദയാലുവുമായ ഒരു അമ്മയാണ്. തന്റെ ഭക്തരുടെ ക്ഷേമത്തിനായി എപ്പോഴും ആഗ്രഹിക്കുന്നു. നവരാത്രി വളരെ തീക്ഷ്ണതയോടെയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ആ കാലയളവിൽ ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. മായാദേവി ക്ഷേത്രം ഹരിദ്വാറിലെ ഹർക്കി പൗരിക്കടുത്താണ് മായാദേവി മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ 4 കൈകളും 3 തലകളുമുള്ള മായാദേവിയുടെ ഒരു മൂർത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇടതുവശത്ത് കാളിമാതയും വലതുവശത്ത് കാമാഖ്യ മാതാവിനെയും കാണാം. മായാദേവി ക്ഷേത്രത്തിലെ ആരതി സമയം രാവിലെ 6:30 മണിയാണ്. വർഷത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മായാദേവി ക്ഷേത്രം സന്ദർശിക്കാം. എന്നാൽ നവരാത്രി, കുംഭമേള എന്നീ സമയങ്ങളിൽ മായാദേവി ക്ഷേത്രം സന്ദർശിക്കാൻ തികച്ചും അനുയോജ്യമാണ്. മായാദേവി ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമാണ്. ഹരിദ്വാറിലെ മായാദേവി ക്ഷേത്രത്തിൽ പ്രവേശന ഫീസൊന്നുമില്ല. The Maya Devi temple in Haridwar is an ancient Hindu temple dedicated to the goddess Maya and is one of the 51 Shaktipeethas. It is believed to be the spot where the heart and navel of goddess Sati fell, making it a site of immense religious significance. The temple dates back to the 11th century and is considered one of the oldest temples in Haridwar. It is also one of the 3 ancient temples in Haridwar, along with Narayana Shila and Bhaiva temples. Key aspects of the temple's history and significance. Shaktipeetha. The temple is one of the 51 Shaktipeethas, which are sacred sites where different parts of goddess Sati's body are believed to have fallen after Lord Shiva's dance of destruction. Ancient origins. The temple is believed to have been established in the 11th century and is one of the oldest temples in India. Goddess Maya. The temple is dedicated to goddess Maya, who is considered a form of Adi Shakti and the presiding deity of Haridwar. Fulfilling wishes. The temple is considered a Siddha Peeth, believed to have the power to fulfill the wishes of devotees who pray there.